ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പുട്ടാണ്. നമ്മൾ കുറച്ച് മുൻപൊരു പുട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഏത് പൊടി കൊണ്ടും നല്ല സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പുട്ട്. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏത് അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പുട്ടിന് പൊടി നനച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാകം മനസ്സിലാവുക, അതായത് പുട്ടിൻ്റെ പൊടി എല്ലാ ഭാഗത്തും നനഞ്ഞെന്നും പിന്നെ ഇത് പുട്ടിന് ചുട്ടെടുക്കാനുള്ള പാകമായിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് പലർക്കും അറിയില്ല. അപ്പം അങ്ങനെ പൊടി നനച്ചെടുക്കാൻ പറ്റാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പുട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അരിപ്പൊടിയുടെ കൂടെ തേങ്ങയും ചോറും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ചോറ്, രാത്രി ഒരുപാട് ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് രാവിലെ പുട്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുട്ട് ചെയ്യുന്നത് നോക്കാം. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ വറുത്ത അരിപ്പൊടി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. ഈ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഹാർഡായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ പൊടി കൊണ്ടുപോലും സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചരി കുതിർത്തി പൊടിച്ചെടുക്കുന്ന പൊടി എടുക്കാം, അല്ലെങ്കിൽ സാധാരണ പുട്ടുപൊടി എടുക്കാം. ഇനി ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് വേണം പൊടി നനച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയത്, പുട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറ്റിയിലേക്ക് ഇടകലർത്തി ഇട്ട് കൊടുക്കാനുള്ള ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ചോറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 1/4 കപ്പ് ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാ ചിരവിയത്, അതായത് 1 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയതും കൂടെ ചേർക്കാം. ബാക്കിയുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറൊന്ന് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം. നമ്മളിങ്ങനെ ഷേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ പൊടിയും ചോറും തേങ്ങ ചിരവിയതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെരി ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യാം. നമ്മൾ 3 തവണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഈ പൊടി തൊട്ട് നോക്കിയ സമയത്ത് ഇത് തീരെ നനഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പത്തിരിപ്പൊടി, അതായത് വറുത്ത അരിപ്പൊടി എന്ന് പറയുന്ന പൊടി നമ്മളെപ്പോഴും നനച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വലിച്ചെടുക്കുന്ന പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് തൊട്ട് നോക്കിയ സമയത്ത് ഇത് തീരെ നനഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നുകൂടെ അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം കറക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ ഒരു 3 തവണ ചെയ്താൽ മതി, വെരി ലോ സ്പീഡിൽ. അപ്പോൾ നമ്മൾ രണ്ടാമത് അടിച്ചെടുത്തപ്പോഴും ഇത് ആവശ്യത്തിനൊന്നും നനഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണും കൂടെ ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട്. ആദ്യം 1/2 കപ്പ് ചോറും പിന്നെ 4 ടേബിൾ സ്പൂൺ, അതായത് 8 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/2 കപ്പാണ്. മൊത്തം നമ്മളിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ 1 കപ്പ് ചോറും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി കാണുമ്പോൾ നനഞ്ഞെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിന് നനച്ചെടുത്ത പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കയ്യിലൊരു പിടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കണം, ഇതുപോലെ നിൽക്കണം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് നമ്മുടെ പുട്ടിന് പൊടി നനച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാകം. ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു പുട്ടിന് പൊടി നനച്ചെടുക്കുമ്പോൾ എങ്ങനെയാണത് കറക്റ്റായെന്ന് മനസ്സിലാവുകയെന്ന്. അപ്പോൾ ഇങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങളിനി വെള്ളം വെച്ചിട്ട് നനക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പിടിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് അമർത്തുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പുട്ട് തയ്യാറാക്കാൻ റെഡി ആയിട്ടുള്ള പൊടിയാണെന്നാണ് അർത്ഥം. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷർ കുക്കറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഈ കുറ്റി വെച്ച് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോ കുറ്റി എടുക്കുമ്പോഴും അതിനടിയിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ പുട്ടുകുറ്റിയിൽ നിന്നും ആവി വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും പുട്ട് റെഡിയാകും. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ, ഈ പുട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പുട്ടിനേക്കാൾ സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ സാധാരണ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് 1.5 കുറ്റി പുട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇതുപോലെ ചോറും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കുറ്റിയിൽ അധികമായിട്ട് പുട്ട് കിട്ടും. പിന്നെ ഈ ഒരു പുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ രാത്രി വരെ ഇത് നല്ല പഞ്ഞി പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും, ഒരു ഹാർഡ്നെസ്സും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇനി പുട്ടിന് നനയ്ക്കാൻ അറിയാത്തവർക്കും പുട്ടുണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ചോറ് ഇനി കളയാൻ വേണ്ട. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.